Good evening. Today we are going to start our first chapter in grammar section, and the name of the chapter is determiners. So have you heard this name before? Okay. Now you can look the definition of determiners. Determiners are words or phrase used before a noun or noun phrase to fix its meaning. They refer to something specific or particular. സോ എന്താണ് ഡിറ്റർമിനേഴ്സ്? ഞാൻ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് പറയാം, കൃത്യമായിട്ട് ശ്രദ്ധിക്കാം. ഡിറ്റർമിനേഴ്സ് എന്ന് പറയുന്നത് വേർഡ്സ്, വാക്കുകളായിരിക്കാം, അല്ലെങ്കിൽ ഫ്രേസ് ആയിരിക്കാം. എന്താ ഫ്രേസ് എന്ന് പറഞ്ഞാൽ ഒന്നോ രണ്ടോ വാക്ക് കൂടിയത് അല്ലേ? അപ്പോൾ അങ്ങനെ ഒരു വാക്കായിരിക്കാം അല്ലെങ്കിൽ ഫ്രേസ് ആയിരിക്കാം. ദാറ്റ് ഈസ് യൂസ്ഡ് ബിഫോർ നൗൺ. ഒരു നൗണിന് മുൻപ് വരുന്ന വാക്കായിരിക്കും. നൗൺ എന്ന് പറഞ്ഞാൽ എന്താ? നൗൺ മേ ബി നെയിം ഓഫ് എ പേഴ്സൺ, നെയിം ഓഫ് എ തിങ്, നെയിം ഓഫ് എ പ്ലേസ്, ഒരാളുടെ പേര്, ഒരു വസ്തുവിൻ്റെ പേര്, ഒരു സ്ഥലത്തിൻ്റെ പേര്, അങ്ങനെയുള്ള നെയിംസിനെയാണ് നമ്മൾ നൗൺസ് എന്ന് പറയുക. അപ്പോൾ ഡിറ്റർമിനേഴ്സ് ആർ ദ വേർഡ്സ് ദാറ്റ് ഈസ് യൂസ്ഡ് ബിഫോർ നൗൺ. ഒരു നൗണിന് മുമ്പ് ഉപയോഗിക്കുന്ന വേർഡ്സിനെ അല്ലെങ്കിൽ ഫ്രേസസിനെയാണ് നമ്മൾ ഡിറ്റർമിനേഴ്സ് എന്ന് പറയുക. അതിൻ്റെ എയിം എന്താ? ടു ഫിക്സ് ഇറ്റ്സ് മീനിങ്. ആ ഒരു സെൻറ്റൻസിൽ ആ ഒരു ഡിറ്റർമിനർ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ കൃത്യമായൊരു അർത്ഥത്തിലേക്ക്, മീനിങ്ങിലേക്ക് നമ്മൾ എത്തും. ഓക്കെ, ദേ റെഫർ ടു സംതിങ് സ്പെസിഫിക് ഓർ പെർട്ടിക്കുലർ. അങ്ങനെ വരുമ്പോൾ സംതിങ് സ്പെഷ്യൽ, ഒരു സെൻറ്റൻസിൽ സ്പെഷ്യലായ എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് പറയാൻ പറ്റും, അല്ലെങ്കിൽ സ്പെഷ്യലായ ഒരു കാര്യത്തിനെ പറ്റി പറയാനായിട്ട് പറ്റും. സോ എഗെയിൻ ഞാൻ അതിൻ്റെ ഡെഫിനേഷൻ പറയാണ്. ഡിറ്റർമിനേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൗണിന് മുമ്പ് ഉപയോഗിക്കുന്ന വേർഡ്സോ ഫ്രേസസോ ആണ്. അതിൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഫിക്സ് ദ മീനിങ് ആണ്. They refer to something specific or particular. Okay. Determiners are words or phrases used before a noun or noun phrase to fix its meaning. They refer to something specific or particular. Clear alle? Now we can look types of determiners. ഒരുപാട് ടൈപ്പ് ഡിറ്റർമിനേഴ്സ് ഉണ്ട്. അതിനൊരുപാട് നിയമങ്ങളുണ്ട്. പക്ഷേ ആ നിയമങ്ങളിൽ തന്നെ എക്സെപ്ഷൻ കേസുകളും വരും. നമുക്ക് വല്ലാതെ വൈഡായിട്ട് പോകണ്ട, നമുക്ക് പഠിക്കാനുള്ള ഒരു സെക്ഷൻ നോക്കിയാൽ മതി. ഇപ്പോൾ ഡിറ്റർമിനേഴ്സിൽ ഫസ്റ്റ് വൺ വരുന്നത് ആർട്ടിക്കിൾസ് ആണ്. മുൻ ക്ലാസ്സുകളിൽ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളത് തന്നെയാണ് ആർട്ടിക്കിൾസ്. വി ഹാവ് മെയിൻലി 3 ആർട്ടിക്കിൾസ്. 3 ആർട്ടിക്കിൾസ് ആണ് നമുക്കുള്ളത്. ഞാനിവിടെ അണ്ടർലൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എ ആൻഡ് ദി. എ ആൻഡ് ദി കുഞ്ഞു ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. വെൻ വി യൂസ് എ, at what time we use an and the. So these are the 3 articles, a and the. ഇതിൽ എ ആനെ നമ്മൾ ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ എന്നും ദീനെ നമ്മൾ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ എന്നും പറയും. അത് എന്തുകൊണ്ടാണ്, എങ്ങനെയാണെന്നൊക്കെ നമ്മൾ ഈ ഒരു ആർട്ടിക്കിൾസ് എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പറയുമ്പോൾ പറയും. സോ ഫസ്റ്റ് ടൈപ്പ് ഡിറ്റർമിനേഴ്സിൽ ഫസ്റ്റ് ടൈപ്പാണ് ആർട്ടിക്കിൾസ്. We have mainly 3 type of articles. They are a and the. Okay. Then we have possessives. Possessives. പേരിൽ നിന്ന് തന്നെ a name. From the name we can get the meaning. Possessives means belongs to. Ownership. ഒരു സ്വന്തം, എൻ്റെയാണ്, നിൻ്റെയാണ്, അങ്ങനെ ഒരു സെൻസ് ഓഫ് ഓണർഷിപ്പ് അല്ലെങ്കിൽ സെൻസ് ഓഫ് ബിലോങ്നെസ് കാണിക്കാനാണ് നമ്മൾ പൊസസീവ്സ് ഉപയോഗിക്കുക. ഓക്കെ, പൊസസീവ്സ്. നമ്മുടെ മെയിൻ പൊസസീവ്സ് എക്സാമ്പിൾസ് അവിടെ കൊടുത്തിട്ടുണ്ട്. മൈ, എൻ്റെ, യുവർ, നിൻ്റെ, ഹിസ്, അവൻ്റെ, ഹെർ, അവളുടെ, അവർ, നമ്മളുടെ. സോ എല്ലാത്തിലും നമുക്ക് കാണാൻ പറ്റുന്നത് എന്താ? എ സെൻസ് ഓഫ് ഓണർഷിപ്പ്, ആരുടെയാണ്. ഓക്കെ. ദെൻ വി ഹാവ് ഡെമോൺസ്ട്രേറ്റീവ്സ്. നമുക്ക് ഡെമോൺസ്ട്രേറ്റീവ്സ് ഉണ്ട്. അതും നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ളത് തന്നെയാണ് ഡെമോൺസ്ട്രേറ്റീവ്സ്. നോക്കൂ, ദിസ്, ദാറ്റ്, ദീസ്, ദോസ്. വളരെ എളുപ്പമാണ് അത് പഠിക്കാനും അതിൻ്റെ എക്സസൈസ് ചെയ്യാനും വളരെ ഈസിയാണ്. ദിസ്, ദാറ്റ്. ദിസ് എന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്തുള്ള ഒന്നാണ് ദിസ് അല്ലേ? ദാറ്റ് എന്ന് പറഞ്ഞാലോ ഡിസ്റ്റൻ്റ് ആണ്, അകലം. ഇനി ദിസിൻ്റെ പ്ലൂരൽ ഒരെണ്ണാകുമ്പോൾ ദിസ്, ആ ദിസിൻ്റെ പ്ലൂരലാണ് എന്ത്? ദീസ്. ദാറ്റ് ഒരെണ്ണം, അതിൻ്റെ പ്ലൂരലാണ് എന്ത്? ദോസ്. ഓക്കെ, ക്ലിയർ ആണോ? ദിസ്, ദാറ്റ്, ദീസ്, ദോസ്. ഓക്കെ, അപ്പോൾ ഇതിൽ ദിസും ദീസും ശ്രദ്ധിക്കുക. ദിസും ദീസും നിയറസ്റ്റും, ദാറ്റും ദോസും ഡിസ്റ്റൻസ് കാണിക്കാനുമാണ്. അതിൽ തന്നെ സിംഗുലറും പ്ലൂറലും ഉണ്ട്.
കൃത്യമായിട്ട് നമ്മൾ പഠിക്കും. അടുത്തത് ഡിസ്ട്രിബ്യൂട്ടേഴ്സാണ്. ഡിസ്ട്രിബ്യൂട്ടീവ്സിൽ വരുന്ന എക്സാമ്പിൾ ഇനഫ്, ഈച്ച്, അതർ, അനദർ, മോസ്റ്റ് ഒക്കെയാണ് ഡിസ്ട്രിബ്യൂട്ടീവ്സ്. ദെൻ വി ഹാവ് ക്വാണ്ടിഫയേഴ്സ്. പേരിൽ നിന്ന് തന്നെ അറിയാം ക്വാണ്ടിറ്റി, അളവാണ്. അപ്പം അതിൽ വരുന്നത് ഫ്യൂ, കുറച്ച്, ലിറ്റിൽ, മേ, മോസ്റ്റ്, സം അതൊക്കെയാണ് ക്വാണ്ടിഫയേഴ്സ് വരുന്നത്. ദെൻ വി ഹാവ് നമ്പേഴ്സ്. നമ്പറുകൾ വരുന്നുണ്ട് 1, 2, ഫസ്റ്റ്, സെക്കൻഡ് അങ്ങനെയുള്ള നമ്പറുകൾ. ദെൻ ഇൻറ്ററോഗേറ്റീവ്സ്. ഇൻറ്ററോഗേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും. ഇൻറ്ററോഗേറ്റീവുകൾ എന്ന് പറഞ്ഞാൽ എന്താ? ക്വസ്റ്റ്യൻ ടൈപ്പ് സെൻറ്റൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? ഇൻറ്ററോഗേറ്റീവ്. ആ ഒരു സെൻറ്റൻസിന് ശേഷം എന്തുണ്ടായിരിക്കും? ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടാവും. മോനെ നമുക്കറിയാം സെൻറ്റൻസ് 4 ടൈപ്പ് സെൻറ്റൻസ് ആണ്. ഓക്കെ, വി ഹാവ് 4 ടൈപ്പ് ഓഫ് സെൻറ്റൻസ്. ആ 4 ടൈപ്പ് മോനെ അറിയോ എന്ന് മിസ്സിന് അറിയില്ല. അതിലൊന്നാണ് ഇൻറ്ററോഗേറ്റീവ് സെൻറ്റൻസ്. ഓക്കെ, അറിയില്ലെങ്കിൽ മോൻ മിസ്സിനോട് ചോദിക്കുക, അപ്പോൾ സെൻറ്റൻസുകളെ പറ്റി പറഞ്ഞു തരും. ഇപ്പം ഇവിടെ പഠിക്കാനുള്ളത് ഇൻറ്ററോഗേറ്റീവ്സ് ആണ്. ഇൻറ്ററോഗേറ്റീവ്സ് എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ ടൈപ്പ്. ഓക്കെ, ഒരു ചോദ്യം നമ്മൾ ചോദിക്കുമ്പോൾ നമ്മൾ നോർമലി WH വെച്ചല്ലേ ചോദിക്കുക. കോമൺ ആയിട്ട് നമ്മൾ WH വെച്ച് ചോദിക്കും. ക്വസ്റ്റ്യൻസ് ആണ്. അങ്ങനെ വരുന്ന ഹൂസ്, വിച്ച്, വാട്ട് ഒക്കെയാണ് ഇൻറ്ററോഗേറ്റീവ്സിൽ വരുന്നത്. ഓക്കെ, ദെൻ വി ഹാവ് പ്രീ ഡിറ്റർമിനേഴ്സ്. നമുക്ക് പ്രീ ഡിറ്റർമിനേഴ്സ് ഉണ്ട്. അതിൽ വരുന്ന എക്സാമ്പിൾസ് ഓൾ, ബോത്ത്, സച്ച്, സോ, ജസ്റ്റ്. ഇതാണ് നമ്മുടെ ടൈപ്പ് ഓഫ് ഡിറ്റർമിനേഴ്സ്. ഇത് 1 by 1 നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ തന്നെ പഠിക്കണം. എഗെയിൻ ഞാൻ പറയുകയാണ്, വി ഹാവ് ആർട്ടിക്കിൾസ്. ദേ ആർ എ ആൻഡ് ദി. ദെൻ വി ഹാവ് പൊസസീവ്സ്, മൈ, യുവർ, ഹിസ്, ഹെർ, അവർ, പിന്നെയുണ്ട് കേട്ടോ. ദെൻ വി ഹാവ് ഡെമോൺസ്ട്രേറ്റീവ്സ്, ഡിസ്ട്രിബ്യൂട്ടീവ്സ്, ക്വാണ്ടിഫയേഴ്സ്, നമ്പേഴ്സ്, ഇൻറ്ററോഗേറ്റീവ്സ് ആൻഡ് പ്രീ ഡിറ്റർമിനേഴ്സ്. ഓക്കെ, അപ്പോൾ ഇനി നെക്സ്റ്റ് നമുക്ക് തന്നിട്ടുള്ളത് അഡ്ജക്റ്റീവ്സും ഡിറ്റർമിനേഴ്സും തമ്മിലുള്ള ഒരു ഡിഫറൻസ് ആണ് നമുക്ക് ഇനി നെക്സ്റ്റ് ഇതായിട്ട് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ ഇത് തമ്മിലുള്ള ഡിഫറൻസ് അറിയണമെങ്കിൽ നമുക്ക് എന്താണ് അഡ്ജക്റ്റീവ് എന്നറിയണം. ഡിറ്റർമിനർ എന്താണെന്ന ഡെഫിനീഷൻ നമ്മൾ പഠിച്ചു. പക്ഷെ അഡ്ജക്റ്റീവ്സ് എന്താണെന്ന് അറിയണമെങ്കിൽ നമുക്ക് അതിൻ്റെ ഡെഫിനീഷൻ അറിയണം. നോർമലി എന്താണ് അഡ്ജക്റ്റീവ്? നമുക്കറിയാം പാർട്സ് ഓഫ് സ്പീച്ച് ഉണ്ട്. 8 പാർട്സ് ഓഫ് സ്പീച്ചാണ് ഇംഗ്ലീഷിലുള്ളത്. അതിലൊന്നാണ് എന്ത്? അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ, അഡ്ജക്റ്റീവ് ഈസ് എ വേർഡ് ദാറ്റ് യൂസ്ഡ്. എന്തിന് ശേഷമാണ് അഡ്ജക്റ്റീവ് വയ്ക്കുക? ഒരു നൗണിന് ശേഷമാണ് വയ്ക്കുക. അതെന്തിനു വേണ്ടിയിട്ടാണ്? ടു ഇൻക്രീസ് ദ ബ്യൂട്ടിനെസ്, അല്ലെങ്കിൽ ഒരു നൗണിനൊരു ഡെക്കറേഷനായിട്ട്, ഒരു അലങ്കാരമായിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുക? അഡ്ജക്റ്റീവ് ഉപയോഗിക്കുക. ഇൻ മലയാളം നമ്മളതിനെ നാമവിശേഷണം എന്ന് പറയും. സംതിങ് ദാറ്റ് ക്വാളിഫൈസ് ദ നൗൺ. നൗണിനെ ക്വാളിഫൈ ചെയ്യുന്നതിനെയാണ് അഡ്ജക്റ്റീവ് എന്ന് പറയാം. ദെൻ വി ഹാവ് ഡിറ്റർമിനേഴ്സ്. രണ്ടും നൗണുമായി ബന്ധപ്പെട്ടതാണ് അല്ലേ? ഡിറ്റർമിനറിൻ്റെ ഡെഫിനേഷൻ നമ്മൾ എന്താ പറഞ്ഞേ? ഡിറ്റർമിനേഴ്സ് ആർ ദ വേർഡ്സ് or the phrases that use before noun in order to fix the meaning. Okay, and they refer to something specific of particular. അതാണ് ഡിറ്റർമിനൻ്റ് ഡെഫിനിഷൻ. ഹിയർ അഡ്ജക്റ്റീവ് എന്താണ്? അഡ്ജക്റ്റീവ് ഈസ് എ വേർഡ് ഓർ ദ ഫ്രേസ് ദാറ്റ് ക്വാളിഫൈസ് എ നൗൺ. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ടോൾ ബോയ് എന്ന് പറയുകയാണ് ഞാൻ. ടോൾ ബോയ് എന്ന് പറയുകയാണ്. ഇപ്പോൾ ബോയ് എന്ന് പറയുന്നതാണ് അവിടുത്തെ നൗൺ അല്ലേ, ആൺകുട്ടി. പക്ഷേ അതിന് മുന്നേ ഞാനൊരു വേർഡ് ചേർക്കുകയാണ് ടോൾ. നല്ല ഹൈറ്റുള്ള, നല്ല ഉയരമുള്ള ആൺകുട്ടി. സോ ടോളാണ് അവിടുത്തെ എന്ത്? അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്. കാരണം ബോയ് എന്ന് പറയുന്ന നൗണിന് ക്വാളിഫൈ ചെയ്യുന്നതാണ് അവിടെ എന്ത്? ടോൾ, ഉയരമുള്ള. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പോൾ അതാണ് അഡ്ജക്റ്റീവ്. ഇവ തമ്മിലൊരു കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. കുറച്ച് വ്യത്യാസങ്ങളേ ഉള്ളൂ. ജസ്റ്റ് പോയിൻ്റ് ഔട്ട് ചെയ്ത് പറഞ്ഞിരിക്കുകയാണ്. നമുക്ക് നോക്കാം. ഫസ്റ്റ് അഡ്ജക്റ്റീവിൻ്റെ പ്രത്യേകത എന്താ? ഡിസ്ക്രൈബ് പ്രോപ്പർട്ടീസ് ഓഫ് നൗൺ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു നൗണിൻ്റെ എല്ലാ പ്രോപ്പർട്ടീസും അത് നമുക്ക് വിവരിച്ചു തരും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബോയ്, ടോൾ ബോയ്, എല്ലാ പ്രോപ്പർട്ടീസും അത് നമുക്ക് ഡിസ്ക്രൈബ് ചെയ്തു തരും. അതേസമയം ഡിറ്റർമിനേഴ്സ് ആണെങ്കിലോ ലിമിറ്റ് ദ നൗൺസ് ബൈ സ്പെസിഫൈയിങ് ദെയർ ക്യാരക്ടറിസ്റ്റിക്സ്. ഒരു ലിമിറ്റേഷൻ ഡിറ്റർമിനേഴ്സിന് ഉണ്ട്.
Second difference, change their form and have degrees of comparison. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിൻ്റെ ഫോം ചിലപ്പോൾ മാറാം. ഇപ്പോൾ അഡ്ജക്റ്റീവ് ചില സമയത്ത് ചില സെൻറ്റൻസിൽ അത് ആഡ്വേർബായിട്ട് കൺവേർട്ട് ചെയ്യാം. അതാണ് അതിൻ്റെ ഫോം ചിലപ്പോൾ മാറും. ദെൻ അതിൻ്റെ ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ, നമുക്കറിയാം കമ്പാരിസൺ ഉണ്ട് അല്ലേ? പോസിറ്റീവ് ഡിഗ്രി, കമ്പാരിറ്റീവ് ഡിഗ്രി ആൻഡ് വി ഹാവ് സൂപ്പർലേറ്റീവ് ഡിഗ്രി. 3 ഡിഗ്രികളുണ്ട്. ഇപ്പോൾ ടോൾ ആണെങ്കിൽ എന്താണ്? ടോൾ, ടോളർ, ടോളസ്റ്റ്. അങ്ങനെയുള്ള ഒരു കമ്പാരിസൺ അഡ്ജക്റ്റീവ്സിൽ സാധിക്കും. പക്ഷെ അങ്ങനൊരു കമ്പാരിസൺ ഡിറ്റർമിനേഴ്സിൽ സാധിക്കുമോ? ഇപ്പം ആൻ, ദി, അതിന് നമുക്ക് എന്താ പറയുക കമ്പാരിറ്റീവ് ഡിഗ്രി അല്ലെങ്കിൽ സൂപ്പർലേറ്റീവ് ഡിഗ്രിക്ക് പറ്റുമോ? ആനർ, ആനസ്റ്റ് അങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ? ഇല്ല. അതാണ് പറയുന്നത് ഡു നോട്ട് ചേഞ്ച് ദെയർ ഫോം ആൻഡ് ഓൾസോ ഡു നോട്ട് ഹാവ് ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ. ക്ലിയർ അല്ലേ? നെക്സ്റ്റ്, ആർ പ്ലേസ്ഡ് ബിഫോർ ഓർ ആഫ്റ്റർ എ നൗൺ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അഡ്ജക്റ്റീവ്സ് നേരത്തെ ഞാൻ ടോൾ ബോയ് എന്ന് പറഞ്ഞു, അതിൽ നൗണിന് മുൻപ് വയ്ക്കുക. നൗണിന് മുൻപാണ് ടോൾ വന്നിട്ടുള്ളത്. ഇനി നൗണിന് ശേഷം നമുക്ക് എന്ത് വയ്ക്കാം? അഡ്ജക്റ്റീവ് ഒരു വേർഡ് വയ്ക്കാം. പക്ഷേ ഡിറ്റർമിനേഴ്സ് എപ്പോഴും നൗണിന് മുമ്പ് മാത്രമേ വരുള്ളൂ. ഓൺലി ബിഫോർ നൗൺ. ക്ലിയർ ആണോ? അഡ്ജക്റ്റീവ് നൗണിന് മുൻപും നൗണിന് ശേഷവും വയ്ക്കാം. ഡിറ്റർമിനേഴ്സ് നൗണിന് മുൻപ് മാത്രമേ വയ്ക്കാൻ പറ്റുള്ളൂ. ലാസ്റ്റ് പോയിന്റ്, ആർ നോട്ട് എഫക്റ്റഡ് ബൈ നമ്പർ ഓഫ് ജെൻഡർ ഓഫ് നൗൺ. ഒരു രീതിയിലുള്ള എഫക്റ്റും ഉണ്ടായിരിക്കില്ല. ഇപ്പോൾ ഒരു നമ്പർ കൂടി ആ ഒരു നൗണിൻ്റെ നമ്പർ കൂടി അല്ലെങ്കിൽ ജെൻഡർ കൂടി ഒരു വലിയൊരു എഫക്റ്റ് അഡ്ജക്റ്റീവിന് ഉണ്ടായിരിക്കില്ല. ഓക്കെ. ഇപ്പോൾ ബോയ് ആണ്, നൗണാണ്, ജെൻഡറാണ് അല്ലേ, മെയിലാണ്. പക്ഷെ ടോൾ തന്നെയാണ് നമ്മൾ വയ്ക്കുന്നത് അല്ലേ? ഇനിയിപ്പോൾ ഗേൾ ആണെങ്കിലും വേറെ ജെൻഡർ ആണെങ്കിലും നമ്മൾ എന്ത് തന്നെ വയ്ക്കുള്ളൂ? ടോൾ എന്ന് വയ്ക്കുള്ളൂ അല്ലേ? അതേസമയം ഡിറ്റർമിനേഴ്സിൽ ഇപ്പോൾ ബോയ് ആണെങ്കിൽ എന്താ ഹിസ് അല്ലേ? ഗേൾ ആണെങ്കിൽ നമ്മൾ എന്തെന്ന് വയ്ക്കും? ഹെർ എന്ന് വയ്ക്കും അല്ലേ? അപ്പോൾ അങ്ങനെ ഒരു ജെൻഡർ ഡിഫറൻസ്. അതുപോലെ സിംഗുലർ പ്ലൂരൽ, ഇപ്പോൾ സിംഗുലർ പ്ലൂരൽ അങ്ങനെ ഒരു വ്യത്യാസം നമ്മൾ എന്തിൽ കാണാൻ പറ്റില്ല? അഡ്ജക്റ്റീവിൽ കാണാൻ പറ്റില്ല. പക്ഷേ ഡിറ്റർമിനേഴ്സിൽ ഞാൻ ഈ പറഞ്ഞ പോലെ ജെൻഡർ ഡിഫറൻസ്, പിന്നെ നമ്പറിൻ്റെ എണ്ണം നോക്കിയിട്ട് സിംഗുലർ പ്ലൂരൽ, ആ ഒരു ഡിഫറൻസ് നമുക്ക് എന്തിൽ കാണാൻ പറ്റും? ഡിറ്റർമിനേഴ്സിൽ കാണാൻ പറ്റും. അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് നമ്മളൊരു ബേസ് എന്നോണം തുടക്കമല്ലേ. അപ്പോൾ അതുകൊണ്ട് ഇത്രേ പറയുന്നുള്ളൂ. വൈഡായിട്ട് പറയാനുണ്ട്, ഒരുപാട് പോർഷൻസ് ഉണ്ട്. അപ്പോൾ അതിൽ എഗെയിൻ റിപ്പീറ്റ് ചെയ്യാണ്. എന്താണ് ഡിറ്റർമിനർ എന്ന് പഠിക്കുക. ഡിറ്റർമിനേഴ്സ് ആർ ദ വേർഡ്സ് ഓർ ഫ്രേസസ് ദാറ്റ് യൂസ്ഡ് ബിഫോർ നൗൺ ടു ഫിക്സ് ഇറ്റ്സ് മീനിങ്. ദേ റെഫർ ടു സംതിങ് സ്പെസിഫിക് ഓർ പർട്ടിക്കുലർ. കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക. ടൈപ്സ് ഓഫ് ഡിറ്റർമിനേഴ്സിൻ്റെ പേരുകളും അതിൻ്റെ എക്സാമ്പിളും പഠിച്ചു വയ്ക്കുക. അഡ്ജക്റ്റീവ്സും ഡിറ്റർമിനേഴ്സും തമ്മിലുള്ള ഡിഫറൻസ് പഠിച്ചു വയ്ക്കുക. അപ്പോൾ ഇതിൽ ഡിറ്റർമിനേഴ്സ് കറക്റ്റായിട്ട് നിങ്ങൾക്ക് വേണം. ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് ആർട്ടിക്കിൾസ് ആണ്. ആർട്ടിക്കിൾസ് നെക്സ്റ്റ് പോർഷനായിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു പേജ് മിസ്സ് എടുത്തിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ നോട്ടും കൂടെ ജസ്റ്റ് ഇങ്ങനെ ഇട്ട് തരാം. അപ്പോൾ അതൊന്ന് നോക്കാം. ഓക്കെ, താങ്ക് യു.